നമസ്കാരം. സാവര്യ വെറൈറ്റി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ചാണക്യ വചനങ്ങൾ കേൾക്കാം. ഭയമുളവാക്കുന്ന ഏതിനെയും അത് വന്നെത്തിച്ചേരുന്നതുവരെ മാത്രമേ ഭയക്കാവൂ. അത് വന്നു ചേർന്നാൽ യാതൊരു സംശയവും കൂടാതെ അതിനെ നേരിടണം. നിങ്ങൾ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? ഈ പ്രവൃത്തിയുടെ ഫലം എന്താകും? ഈ പ്രവൃത്തിയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമോ? ഇതിന് തൃപ്തികരമായ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. പുകഴ്ത്തുന്നവന് സുഹൃത്തുക്കളെ ലഭിക്കുന്നു. സത്യം പറയുന്നവന് എതിരാളികളെയും ലഭിക്കുന്നു. ശക്തമായ മനസ്സിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും നാമജപം ശീലമാക്കിയവന് പാപവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരുന്നില്ല. കന്യകയായ പുത്രിയെ നല്ല കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കണം. പുത്രനെ നന്നായി വിദ്യ അഭ്യസിപ്പിക്കുകയും വേണം. ശത്രുവിനെ ദുഃഖിപ്പിക്കുകയും മിത്രത്തെ ധാർമ്മികമായ മാർഗത്തിൽ നയിക്കുകയും ചെയ്യണം. മറ്റൊരാളിൻ്റെ കുറ്റങ്ങൾ സദസ്സിൽ വിളമ്പുമ്പോൾ ഒന്ന് ആലോചിക്കുക. നീയും എല്ലാം തികഞ്ഞവനാണോ എന്ന്. മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ്, ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടല്ല. കൊട്ടാരത്തിൻ്റെ മുകളിലിരുന്നാലും കാക്ക ഗരുഡനാവുന്നില്ല. ബന്ധങ്ങൾ തകരാൻ പാടില്ല, എന്നാൽ വിലമതിപ്പില്ലാത്തിടത്ത് അവ നിലനിർത്താൻ പാടില്ല. സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ജ്വാലയും ആളിപ്പടരും. ഏതു നാട്ടിൽ തനിക്ക് ആദരവ്, ഉചിതമായ തൊഴിൽ, ബന്ധുക്കൾ, വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം എന്നിവ ലഭ്യമല്ലയോ അവിടെ തീർച്ചയായും ഉപേക്ഷിക്കണം. ലോകത്തിൽ ബന്ധങ്ങൾ പലതരമാണ്. ഓരോന്നും നമുക്കേറ്റവും അമൂല്യവുമാണ്. അതിലേറ്റവും ശക്തവും ദൃഢവുമായ ബന്ധം സ്നേഹമാണ്. നോക്കൂ, വണ്ടുകൾ മരം തുറന്ന് വീടുണ്ടാക്കുന്നു. അത് താമരപ്പൂവിൻ്റെ ഇതളുകൾക്കിടയിൽ ബന്ധിതമായി തീരുന്നു. സ്നേഹം കാരണം. ദുഷ്ടനായ ഒരാളെയും പാമ്പിനെയും താരതമ്യം ചെയ്യുമ്പോൾ പാമ്പ് ദുഷ്ടനേക്കാളും നല്ലതാണെന്ന് പറയാം. പാമ്പ് അതിനെ പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമേ കടിക്കുന്നുള്ളൂ. എന്നാൽ ദുഷ്ടൻ ഓരോ കാൽവെൽപ്പിലും ഉപദ്രവിക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വഴക്കുകൂടുന്നത് ആരുമായിട്ടാണെന്നറിയാമോ? നമ്മൾ ആരെയാണോ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നത് അവരുമായി. നമസ്കാരം. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ.